എന്ത് കാണാമെന്ന് നിൽക്കുവാടി? പോയി ചോരോളമ്പ്, എനിക്ക് വിശക്കുന്നു. വെറുതെ വേഷം കെട്ടുമായിട്ട് ഓരോരുത്തർ വന്ന് കയറിക്കോളും. ചോറുണ്ണാൻ എന്നെ വിളിക്കുന്നില്ലേ നീ? അതിന് നിങ്ങൾ എന്റെ ആരാ? ഒന്ന് പോകുന്നുണ്ടോ? പോവാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട്. ഉണ്ണുന്നതിന് മുമ്പ് അനിയൻ ഒരുള്ള ചോറ് അച്ഛന്റെ ഫോട്ടോയുടെ മുമ്പിൽ വെക്കണം. ഇന്ന് നമ്മുടെ അച്ഛന്റെ ശ്രാദ്ധായിരുന്നു. മറന്നൂല്ലേ? അച്ഛൻ മരിച്ചിട്ട് ഒരാണ്ട് തികയുന്നു. അച്ഛനെ ഒരുപാട് സ്നേഹിച്ച് ഒരേ ഒരു മോന ബലിയിടേണ്ടത്. ആരെ ഓർക്കാൻ? വാമ്മേ. മറക്കല്ലേ ഒരുള്ള ചോറിന്റെ കാര്യം. അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് സഹിക്കില്ല. പോവാം. സുമിത്രയെ കാണാൻ ഹരിപ്രസാദ് വന്നല്ലേ പറഞ്ഞത്? ആ വിവരം മോൾ അറിഞ്ഞിരുന്നോ? ഇല്ലമ്മേ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് പറയാതിരിക്കോ? കഴിഞ്ഞ തവണ അമ്മയെ കാണാൻ വന്നപ്പോ പെട്രോൾ പമ്പിൽ വെച്ച് ആകെ ഒന്ന് കണ്ടത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. മെയിൻ റോഡിൽ എത്താൻ എങ്ങോട്ട് തിരിഞ്ഞു ചേച്ചി? എനിക്കും അറിയില്ലല്ലോ. ആരോടെങ്കിലും ചോദിക്കാം. മുമ്പോട്ട് പൊയ്ക്കോ. അങ്കിളെ, MC റോഡിലേക്ക് കയറാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? അവിടുന്ന് ഇടത്തോട്ട് ലെഫ്റ്റ് തിരിഞ്ഞു ചെല്ലുമ്പോ ഒരു ചുവട് താങ്ങിയുണ്ട്. അവിടുന്ന് വലത്ത് പിടിച്ച MC റോഡായി. താങ്ക്സ് അങ്കിളെ. ശിവരാമന്റെ മോളല്ലേ? അതെ.
എന്നെ മനസ്സിലായോ? മനസ്സിലായി. ഇതാരാ മോളെ? അമ്മയാ. നമസ്കാരം. നമസ്കാരം. ആ, എന്റെ പേര് അച്യുതൻ. നന്ദനയ്ക്കറിയാം. പിന്നെ എന്താ മോളെ ഈ വഴിക്ക്? അമ്മയും മനുഷ്യനെ ഒന്ന് കാണാന്ന് വെച്ചിറങ്ങിയതാ. പനിക്കലും പോയിരുന്നു. സുമിത്രയെ ആ ചെറുക്കനും പിന്നെ ആ പെണ്ണും മാത്രമല്ലേ ഉള്ളൂ ഇപ്പം. വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? കഷ്ടമാണ് സുമിത്രയുടെ കാര്യം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കും. അതിനൊരു 2 വീട് അപ്പുറത്താണ് എന്റെ താമസം. വല്ലപ്പോഴും ഞാൻ അങ്ങോട്ടൊന്ന് കയറി ചെല്ലും. നമ്മളെ കൊണ്ടല്ലാതെ എന്ത് ചെയ്യാനാ? സുമിത്രയുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ മൂക്കത്താ ദേഷ്യം. ചിലപ്പോ ഒരു കണക്കിന് അത് ദേഷ്യമല്ല. മനസ്സിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന പ്രയാസം ദേഷ്യമായിട്ട് പുറത്തു വരുന്നു, അത്ര തന്നെ. ആ, എന്ത് പറഞ്ഞു സുമിത്ര? ചൂടായി കാണുമായിരിക്കും. ആ മോളെ, സുഖാണോ? കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചതാ. അന്ന് ഇവിടുന്ന് കോലോത്തേക്ക് കൊണ്ടുപോയത് നന്നായി. രക്ഷപ്പെട്ടല്ലോ. ആ, ഭർത്താവ് വന്നില്ലേ? ഇല്ല. ആ, ഹരിപ്രസാദ് കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. ഓരോ മുട്ടാത്തർക്കം പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുക. എന്ത് ചെയ്യാൻ? അല്ല, വേറൊരു കാര്യം പറയായിരുന്നേ. അമ്മയ്ക്ക് അറിയാം ഹരിയേട്ടനെ പറ്റി. ആണോ? എന്റെ പെങ്ങടെ മോനാണ് ഹരിപ്രസാദ്. ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞ എന്ത് ചെയ്താ കേൾക്കുകയില്ല. അല്ല, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടേ. ആ, മുകളിന്ന് വിധിച്ചതല്ലേ നടക്കൂ. എന്തായാലും നന്ദന രക്ഷപ്പെട്ടല്ലോ, നന്നായി. നമുക്ക് പോവാം മോളെ. ആയിക്കോട്ടെ, കണ്ടതിൽ സന്തോഷം. ശരി. ഉദയ, നന്ദനി എവിടെ? നിന്നോടാ ചോദിച്ചത് നന്ദനി എവിടെയെന്ന്. അയാൾ ഇവിടുന്ന് പോയിട്ട് ഇതുവരെ നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കണം? ഫോൺ കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കോളില്ല. ഉദയനോർക്ക് നന്ദന പോയിട്ടില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. അയാൾ അവിടെ തന്നെ ഉണ്ട്. നിന്റെ കൂടെ ഇങ്ങോട്ട് വരാതിരുന്ന എന്താ? അതാണ് എനിക്കറിയേണ്ടത്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നന്ദന അക്കാര്യം അമ്മയോട് പറഞ്ഞില്ലേ? മുത്തശ്ശിയെ കാണാൻ വീട് വരെ പോകുന്നു പറഞ്ഞു. വിദ്യാഭാരതിയും കൂടെ കാണുമെന്നും പറഞ്ഞു. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അവിടെ ചെന്നപ്പോഴേക്കും നന്ദനയുടെ മനസ്സ് മാറി. അവിടെ കുറച്ചു ദിവസം തങ്ങണം പോലും. സത്യസന്ധതയുടെ തെളിഞ്ഞ മുഖമായി മരുമകളെ കാണുന്ന ആളല്ലേ. ഇത്രയേ ഉള്ളൂ, എല്ലാന്നും മനസ്സിലാക്കിക്കൊള്ളാം. അവിടെ ചെന്നപ്പോ ഇവിടുത്തെ കാര്യം പറഞ്ഞു. കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോ ഏതൊരു പെൺകുട്ടിക്കും തോന്നും കുറെ ദിവസം അവിടെ താമസിക്കണമെന്ന്. ഓ, അപ്പൊ ന്യായം മറുവശത്തായി. പക്ഷെ ഭർത്താവ് അതിന് സമ്മതിക്കരുത്. ശാസനയോടെ കൂട്ടിക്കൊണ്ടു വേണം മടങ്ങി വരാൻ. ആ ശാസന സ്നേഹത്തിന്റെ ഭാഷയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചൂരൽ വടിയിൽ തേൻ പുരട്ടിയിട്ട് അടിക്കണമെന്ന് പറയണ പോലെ. എനിക്ക് ഉപമയ അലങ്കാരം ഒന്നും അറിയില്ല. ഒന്നറിയാം, നിന്റെ മുഖം കണ്ട നന്ദനെ അവളുടെ വീട്ടിൽ കൊണ്ട് തള്ളിയതുപോലെയുണ്ട്. ആകെ ഒരു ആശ്വാസഭാവം. അല്ലെങ്കിൽ അല്ലെന്ന് പറ. അല്ലെന്നും ആണെന്നും പറയുന്നില്ല. മുത്തശ്ശിയെ കാണാൻ ഞാൻ നന്ദനെ വിടുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ പരാതി. ഇപ്പൊ ഇങ്ങനെ അയാൾക്ക് 2-3 ദിവസം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്നായിരുന്നു എന്റെ നിലപാടെങ്കിൽ അതിപ്പോ വലിയ പ്രശ്നമായേനെ. ഒരാൾ ചെയ്യുന്നതെല്ലാം തെറ്റ്, ഒരു കൂട്ടർ ചെയ്യുന്നതെല്ലാം ശരി. ഇതിന്റെ മര്യാദ എന്താ?
അങ്ങനൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ഭാഗീരഥി അമ്മ സുഖമില്ലാതെ കിടക്കല്ലേ അവിടെ. അമ്മയും മകളും കൊച്ചുമോളും ഒരുമിച്ച് 2 ദിവസം കഴിഞ്ഞോട്ടെ. നിനക്ക് പക്ഷെ ഒരു കാര്യം ചെയ്യായിരുന്നു. ഇന്നലെ രാത്രി എന്തായാലും മുതിയന്നൂര് കിടന്നു. ബാക്കി ദിവസം കൂടി നന്ദനയുടെ കൂടെ അവിടെ നിന്നിട്ട് ഒരുമിച്ച് പോരായിരുന്നു. ഞാൻ ഇന്നലെ ഉദയന്നൂർ സ്റ്റേ ചെയ്യേ. ആര് പറഞ്ഞത്? പിന്നെ നീ എവിടെയായിരുന്നു? എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറയിൽ. ഞാൻ അങ്ങോട്ട് പോയി. അത് ശരി. അപ്പൊ അതാണ് കാര്യം. വെറുതെ അല്ല നന്ദനെ കൊണ്ടുവിട്ടത്. ഇന്നും നാളെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ? ആ, ചിലപ്പോ കണ്ടെന്നിരിക്കും. ഉദയ, ഞാനൊരു സത്യം പറഞ്ഞ ദേഷ്യപ്പെടുമായിരിക്കും. നിന്റെ ദേഷ്യം ഒരു പുതുമയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുക. ഇങ്ങനെയല്ല നീ നന്ദനോട് ഇടപെടേണ്ടത്. വലിയ വായനയും ചിന്തയൊക്കെ ഉള്ള ആളല്ലേ നീ. ഭർത്താവിന്റെ മനസ്സിൽ തനിക്കും വിലയുണ്ടെന്ന് ഭാര്യയ്ക്ക് തോന്നണം. ആ വില ഉറുപ്പിക കണക്കിലാണോ അതോ വിദേശ നാണയത്തിന്റെ കണക്കിലാണോ? കളിയല്ല, കാര്യോ ഞാൻ പറയുന്നത്. നീ ഒന്ന് തിരിച്ചറിയണം. ഇങ്ങനെ പോയാ നന്ദനയ്ക്ക് നിന്റെ കൂടെയുള്ള ജീവിതം മടുക്കും. സ്വഭാവ ഗുണമുള്ള കുട്ടിയായതുകൊണ്ട് അവള് മറ്റനർത്ഥങ്ങളൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ തുടർന്നുള്ള നിന്റെ ജീവിതം അസ്വസ്ഥമായിരിക്കും. എനിക്കിനി അധികം ആയുസ്സൊന്നുമില്ല. ഒരുപാട് കാലം കൂടി ജീവിക്കണമെന്ന് മോഹവുമില്ല. എന്തെങ്കിലും അസുഖം വന്ന് കിടന്നു പോകരുത്. ആർക്കും ഒരു ഭാരം ആവരുത്. അതിനു മുമ്പ് അങ്ങ് വിളിക്കണേന്നൊരു പ്രാർത്ഥനയേ എനിക്കുള്ളൂ. ഇപ്പോഴെന്തിനാ ഇതൊക്കെ പറയുന്നത്? എന്റെ കണ്ണടഞ്ഞു പോയാ നിന്റെ കാര്യം നോക്കാൻ ആരും ഇല്ലാതെ വരരുത്. യതീന്ദ്രനും കാർത്തികയും നിന്നെ നോക്കുമായിരിക്കും. പക്ഷേ നിന്റെ സ്വത്ത് കൈക്കലാക്കുന്നവരെ മാത്രം. എന്റെ മോനാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിന്റെ ഓഹരിയിലുള്ള മുതൽ അവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ യതീന്ദ്രൻ നിനക്ക് ദാഹിച്ച വെള്ളം തരൂല്ല. എങ്ങനെയെങ്കിലും നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കും. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഇന്ന് എന്നെ കണ്ടില്ലെങ്കിൽ നാളെ നന്ദന ഈ വീടിന്റെ പടിയിറങ്ങും. നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ഓർത്ത് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. നഷ്ടബോധം ഉണ്ടാവുന്നത് നേട്ടങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടാ. ഒറ്റപ്പെടുന്ന അനേകം പേരുണ്ട് ഈ ലോകത്ത്. അവർക്ക് ആശ്വാസം പകർന്ന് ചില മുനമ്പുകളുണ്ട്. സന്യാസം, ദേശാടനമൊക്കെ ആശ്രയ സങ്കേതങ്ങളാ. സന്യസിക്കാനായിരുന്നെങ്കിൽ കുന്നത്തോരെ ഉദയവർമ്മ വേലി കഴിക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു. എനിക്ക് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. നീ അത് പലപ്പോഴും പറയാറുണ്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, സഹതാപം കൊണ്ടാണ് വിവാഹത്തിന് സമ്മതം മൂളിയതെന്ന് അറിയാവുന്ന ഒരാളുണ്ട്. ഞാൻ തന്നെ. ചെറുപ്പത്തിലെ വിധവയായ നിന്റെ അമ്മയുടെ സ്വപ്നവും ജീവിതവുമെല്ലാം പിന്നെ മക്കളായിരുന്നു. നിന്നെയും യതിയും ചുറ്റിപ്പറ്റിയേ ഞാൻ എന്തും ചിന്തിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതും മക്കള് പറഞ്ഞിട്ടല്ലെന്നായിരിക്കും ഉദയൻ ഇപ്പൊ ആലോചിക്കുന്നത്. അത് നീ ഇപ്പോഴും വെറും മകൻ മാത്രമായതുകൊണ്ടാ. അച്ഛനമ്മമാരുടെ നൊമ്പരം മക്കള് മനസ്സിലാക്കുന്നത് അവരച്ഛനും അമ്മയും ഒക്കെ ആവുമ്പോഴാ. നന്ദനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതവള് നിന്നെ അറിയിച്ചു കാണും, അല്ലെങ്കിൽ ചോദിച്ചറിയണം. അതെന്റെ ആഗ്രഹമല്ല, അപേക്ഷയാണ്. അമ്മയ്ക്ക് വേണ്ടി വേലി കഴിച്ച മകൻ അമ്മയുടെ ആ അപേക്ഷ കൂടി നിറവേറ്റി തന്നാൽ നന്നായിരിക്കും. ഞാൻ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ.
അതെ സർ, മനസ്സിലായി. അവർ വന്നിട്ടുണ്ട്. ആ, റെഫർ ചെയ്തു സർ. സർ, അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ആ, നോക്കാം സർ. ശരി, താങ്ക് യു. അയ്യർ സാറിന് ഹൈക്കോടതിയിൽ നിന്നൊരു കേസ് 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് അവധിക്ക് വെക്കുമായിരുന്നു. പെട്ടെന്ന് തീരുമാനമായത് അഡ്വക്കറ്റിനെ കാണുന്ന കാര്യം. ഓഫീസിൽ വന്ന് ജൂനിയറെ കണ്ടാൽ മതിയെന്ന് അയ്യർ സാർ പറഞ്ഞു. ഉദയന്നൂരുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം സൂക്ഷിക്കാൻ സാർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. നന്ദന അല്ലേ? അതെ. മോളറിഞ്ഞിരുന്നില്ല സേതുലക്ഷ്മി അമ്മയും ഇവളുടെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ചിരുന്ന കാര്യം. ഇറ്റ്സ് ഓക്കെ. പ്രസന്റ് സിറ്റുവേഷൻ ഞാൻ പറയാം. സേതുലക്ഷ്മി മരിച്ചതോടെ അവരുടെ വില്ലിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന 1.5 ഏക്കർ സ്ഥലത്തിന്റെയും 70 ലക്ഷം രൂപയുടെയും അവകാശി നന്ദനയാണ്. ഒരു കാരണവശാലും അത് മറ്റാരിലേക്കും ചെന്ന് ചേരില്ല. അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നത് പോലും കുറ്റകരമാണ്. പക്ഷെ ഇപ്പോ നന്ദനയുടെ അമ്മാവന്മാർ ചില നീക്കങ്ങൾ നടത്തുന്നതായി സംശയമുണ്ട്. അതായത് എന്റെ ആങ്ങളമാര് പറഞ്ഞില്ലേ, വസ്തു വീണ്ടും അളന്ന് തിട്ടപ്പെടുത്താനാണ് ആലോചന. നിങ്ങൾ സംശയിക്കുന്ന ഈ കാര്യമുണ്ട്. അവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയാം. സേതുലക്ഷ്മിയുടെ വിൽപ്രകാരമുള്ള പ്രോപ്പർട്ടി നന്ദനയുടെ പേരിലാക്കാനാണ് അവർ നോക്കുന്നത്. വിൽപത്രത്തിലുണ്ടെങ്കിൽ അതെന്റെ മുൾക്കല്ലേ കിട്ടുക? അതിന് നിയമപരമായ ചില നടപടികളുണ്ട്. അങ്ങനെ ആ സ്വത്ത് എന്റെ പേരിലാക്കുന്നതുകൊണ്ട് അമ്മാവന്മാർക്ക് എന്താ സാർ നേട്ടം? നേട്ടമുണ്ടാക്കാം. ഡോക്യുമെന്റേഷൻ നടന്നാൽ മാത്രമേ തുടർന്ന് ആ ഭൂമി സംബന്ധമായ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുകയുള്ളൂ. പ്രോപ്പർട്ടി നന്ദനയുടെ പേരിലാക്കിയതിനു ശേഷം എന്തെങ്കിലും തിരിമറി നടത്താൻ അവർ ആലോചിക്കുന്നുണ്ടാവാം. അതാണ് ഞാൻ കാണുന്ന മോട്ടീവ്. അതായത് എന്തെങ്കിലും തന്ത്രം കാണിച്ച് നന്ദനയുടെ പേരിൽ നിന്ന് സ്വത്ത് തട്ടിയെടുക്കുക. മനസ്സിലായോ? അയ്യർ സാർ വന്നോട്ടെ, ഞാൻ ഓർമ്മിപ്പിക്കാം. കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാ ഞാൻ വിളിച്ചറിയിക്കാം. ഓക്കെ? താങ്ക് യു സർ. ഓ ശരി. മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഈ നൂലാമാലകളുടെയൊക്കെ പിന്നാലെ പോകുന്നത് എന്തിനാണെന്നല്ലേ നീ ചിന്തിച്ചത്? സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല, സ്വത്തിനോടുള്ള ആർത്തി കൊണ്ടുമല്ല. നീ പറ്റിക്കപ്പെടരുത്, അതേ ഉള്ളൂ എനിക്ക്. ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലോ. സേതുകുഞ്ഞമ്മയും മുത്തശ്ശിയെ മയക്കെടുത്ത് ഞാൻ എല്ലാം അടിച്ചു മാറ്റിയെന്നൊരു വിചാരമുണ്ട് അമ്മായിക്ക്. അങ്ങനെ ചെയ്തെങ്കിൽ അത് നിന്റെ മിടുക്ക്. പ്രതിഭയുടെ തറവാട്ട് വക മുതലൊന്നും അല്ലല്ലോ, നമ്മുടെ കുടുംബസ്വത്താ. ഉദയന്നൂരെ മുതല്. നിന്റെ മുത്തശ്ശിയും കുഞ്ഞമ്മയും അവരുടെ വസ്തുവകകള് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതവരുടെ ഇഷ്ടം. മറ്റുള്ളവർ കണ്ണുവെച്ചത് നമ്മൾ നേടിയെടുത്തത് കൊണ്ട് ഒരു തെറ്റും വരില്ല. അർഹതയില്ലാത്തതിൽ ആരും കണ്ണുവെക്കാൻ പാടില്ല. ജഗന്നാഥേട്ടൻ കോവിലകത്തെ വസ്തു അളക്കാൻ ആലോചിക്കുന്നത് എന്തോ മനസ്സിൽ കണ്ടിട്ടാ. ചിലപ്പോ നിനക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ഓഹരി ഉദയന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ ചെയ്ത ഉദയന്റെ സ്വഭാവം അവർക്ക് നന്നായിട്ടറിയാം. അവനെ സ്വാധീനിച്ച് വേണമെങ്കിൽ അത് പിന്നെ സ്വന്തമാക്കാലോ. എങ്ങനെയായാലും മോക്ക് നല്ലത് വരാൻ വേണ്ടി അവർ ഒന്നും ചെയ്യില്ല. നല്ലത് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ. അത് തന്നെ ഞാനും പറയുന്നത്. നന്ദന സൂക്ഷിക്കണം. എനിക്കൊരഭിപ്രായമുണ്ട്. എന്താ അമ്മേ? ഇക്കാര്യം നീ ഉദയനോട് സംസാരിക്കണം. എന്താ? ഒരു താല്പര്യമില്ലാതെ കേട്ട് നിൽക്കും.
വിഷയം ഇതാണെന്ന് അറിയുമ്പോ ചിലപ്പോ സംസാരിക്കാൻ സമ്മതിക്കണമെന്നില്ല. എന്തായാലും ഒരു ദേഷ്യപ്പെടൽ ഉറപ്പാ. ദേഷ്യപ്പെട്ടോട്ടെ, ആ ചൂട് തണുക്കുന്ന ഒരു സമയം വരുമല്ലോ, അപ്പൊ പറയണം. കുന്നത്തൂരെ സ്വന്തം ഷെയറിന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ആളാ. അതൊക്കെ മാറിക്കോളും. ഉദയൻ ഒരിക്കലും ഒരു ചീത്തയാളല്ല. നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതില്ല. മോളുടെ പേരിൽ ഇത്രയും ആസ്തിയുണ്ടെന്നറിഞ്ഞിട്ടും ഉദയൻ അതിന്മേൽ ചാടി വീണില്ലല്ലോ. ദോഷത്തേക്കാൾ അതൊരു ഗുണമായിട്ട് നമ്മൾ കാണണം. അതും സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ ചുട്ടുകൊല്ലുന്ന പുരുഷന്മാരുള്ള നമ്മുടെ നാട്ടിൽ. എന്തോ ഒരു പുഞ്ചിരി. ഭാര്യ എന്ന് അംഗീകരിച്ചിട്ട് വേണ്ടേ? ഏതോ ഒരു സ്ത്രീ, അവളുടെ സ്വത്ത്, വല്ല പെണ്ണുങ്ങളെ ആരെങ്കിലും ചുട്ടുകൊല്ലുവോ? അമ്മാവന്മാർ ചേർന്ന് എന്റെ സമ്പത്തെല്ലാം കവർന്നെടുത്തു എന്ന് കേട്ടാലും പ്രതികരിക്കണമെന്നില്ല. മോളെ, ഇങ്ങനല്ല നീ പറയേണ്ടത്, ചിന്തിക്കേണ്ടത്. ഉദയൻ നിന്നെ അങ്ങനെ എഴുതി തള്ളിയിട്ടൊന്നുമില്ല. അങ്ങനെ അവൻ ചെയ്യില്ല. നന്ദനയും കുറച്ചൊക്കെ ഒന്ന് മാറണം. Yeah.